എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. എൻ്റെ പേര് ജോർജ് വർഗീസ്. ഞാൻ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ സീനിയർ ഫാക്കൽറ്റി. അതോടൊപ്പം പുഷ്പഗിരി സെൻറ്റർ ഫോർ മൈക്രോബയോളജി ആൻഡ് മോളിക്കുലർ ബയോളജി ഇൻചാർജ് കൂടിയാണ്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അസുഖമാണ് കൊറോണ വൈറസ് കൊണ്ടുള്ള അസുഖം. അതേ സംബന്ധിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നതാണ് ഇന്നത്തെ എൻ്റെ താല്പര്യം. എന്താണ് ഈ കൊറോണ വൈറസ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരപ്പെടുന്ന വൈറസുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട വൈറസാണ് കൊറോണ വൈറസ്. കൊറോണ എന്നുള്ള പേര് വളരെ ആലങ്കാരികമായിട്ടാണ് അതിന് വന്നു ചേർന്നത്. ഒരു ക്രൗണിൻ്റെ ഷേപ്പിലുള്ളതാണ് അതിൻ്റെ സ്ട്രക്ചർ. അതുകൊണ്ടാണ് കൊറോണ എന്ന് വിളിക്കുന്നത്. നിങ്ങളിപ്പോൾ പത്രങ്ങളിലും മറ്റുള്ള ദൃശ്യ മാധ്യമങ്ങളിലുമൊക്കെ അതിൻ്റെ പടങ്ങൾ ഇങ്ങനെ കാണാം. അപ്പം അത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരപ്പെടുന്ന അസുഖമാണ്. സാധാരണഗതിയിൽ മൃഗങ്ങളിൽ ഉണ്ടാകുന്ന വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ മനുഷ്യരിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വതേയുള്ള പ്രതിരോധം മനുഷ്യർക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അസുഖങ്ങൾ ഇച്ചിരി കൂടുതലായിട്ട് നമ്മളെ ബാധിക്കാറുണ്ട്. പ്രതിരോധ ശക്തി കുറവായതുകൊണ്ട്. അതിനുള്ള ക്ലാസിക്കൽ എക്സാമ്പിളാണ് പേ വിഷബാധ. നമുക്ക് മരണം വരെ സംഭവിക്കാം എന്നുള്ള അസുഖം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കൊറോണ വൈറസ് മൃഗങ്ങളിൽ മനുഷ്യരിലേക്ക് വരുന്നു. സാധാരണഗതിയിൽ ആ മനുഷ്യനിൽ വന്നു കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് നിൽക്കുന്നു. നമ്മുടെ ഭാഷയിൽ അത് ഡെഡ് എൻഡ് എന്ന് പറയും അങ്ങനെയുള്ള അസുഖങ്ങൾക്ക്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അസുഖം, ഇപ്പോൾ പുതിയ കൊറോണ വൈറസ് മൂലം ഉണ്ടായിരിക്കുന്ന ഈ അസുഖം, അതിനെ നമ്മൾ വിളിക്കുന്നു 2019 നോവൽ അല്ലെ ന്യൂ കൊറോണ വൈറസ് എന്നാണ് WHO അതിന് പേരിട്ടിരിക്കുന്നത്. പുതിയ വൈറസാണ്, പുതിയതായിട്ട് ഉരുത്തിരിഞ്ഞ വൈറസാണ്. അത് ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലാണ് അത് ആദ്യമായിട്ട് കാണപ്പെട്ടത്. അതുകൊണ്ട് മനുഷ്യരിലേക്ക് ആ മൃഗങ്ങളിൽ നിന്ന് വന്നു എന്ന് കരുതപ്പെടുന്നു. കാരണം വുഹാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റുണ്ട്, സീ ഫുഡ് മാർക്കറ്റുണ്ട്. അവിടെ മൃഗങ്ങളെയും കച്ചവടം ചെയ്യുന്നതായിട്ടാണ് അറിവ്. അപ്പം അതിൽ നിന്നായിരിക്കാം ഇത് വന്നതെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിൽ കൂടെ കൃത്യമായ സോഴ്സ് എവിടെ നിന്ന് വന്നു ഇനിയും നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഈ വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരപ്പെടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഈ കൊറോണ വൈറസുകളുടെ നേരത്തെ ഇപ്പോഴത്തെ കൊറോണ വൈറസുകളുടെ ഒരു കസിൻ ബ്രദേഴ്സ് ആയിട്ട് നേരത്തെ വന്ന വൈറസുകളാണ് MERS, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസ്, സാർസ്, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസ് എന്ന് പറഞ്ഞ 2 തരം കൊറോണ വൈറസുകളുണ്ടായിരുന്നു. ഇവയും ഇതുപോലെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വന്ന വൈറസുകളാണ്. സാഴ്സ് ഒരു സിവറ്റ് അല്ല, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് പറഞ്ഞ മരപ്പെട്ടി പോലുള്ള മൃഗങ്ങളിൽ നിന്നും, പിന്നെ MERS ക്യാമൽസ് അല്ലെ ഒട്ടകങ്ങളിൽ നിന്നുമാണ് വന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇവർക്കൊക്കെ ഒരു കോമൺ ബന്ധം വവ്വാലുകളുമായിട്ടുണ്ട്. വവ്വാലുകൾ ഇതിൻ്റെ എല്ലാം ഒരു വലിയ സ്രോതസ്സാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് പറയുന്നത്, ഇതിൻ്റെ പഠനങ്ങൾ പറയുന്നത് ഈ ന്യൂ കൊറോണ വൈറസ് വവ്വാലുകളിൽ നിന്നായിരിക്കാം ഇത് ഉരുത്തിരിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത്, നേരത്തെ ഉണ്ടായിരുന്ന കൊറോണ വൈറസ് ഒന്നും അത്ര ശക്തമായിട്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരപ്പെടുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയതായിട്ട് വന്ന ഈ പുതിയ കൊറോണ വൈറസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ മനുഷ്യർക്കിടയിൽ പേഴ്സൺ ടു പേഴ്സൺ, ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ കാണപ്പെടുന്നു. അതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു റെസ്പിറേറ്ററി വൈറസാണ്. എന്നുവെച്ചാൽ നമ്മുടെ ശ്വാസകോശങ്ങളിൽ അസുഖം ഉണ്ടാക്കുന്ന വൈറസുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അസുഖം ഉണ്ടാക്കുമ്പോൾ നല്ല കടുത്ത പനിയുണ്ടാവും, അതോടൊപ്പം ചുമ, നമുക്ക് ശ്വാസതടസ്സം, കഫം ഫോം ചെയ്യും, നമ്മൾ തുമ്മും ചീറ്റും. അതോടൊപ്പം എന്താ സംഭവിക്കുക, ധാരാളം വൈറസുകൾ അന്തരീക്ഷത്തിലേക്ക് വരും. അത് മറ്റുള്ളവരിലേക്ക് വളരെ ഈസി ആയിട്ട് പകരപ്പെടാം.
നമ്മളിതിൻ്റെ ഈ കുറച്ച് ദിവസത്തെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 10,000 പേരോളം കൺഫേം കേസസ് ആയി കഴിഞ്ഞു. അതിലും അനേകം പേർക്ക് അസുഖം ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. ഏകദേശം 213 പേരോളം ഇപ്പൊ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ സാഴ്സിനെയോ മേഴ്സിനെയോ അപേക്ഷിച്ച് മരണ നിരക്ക് വളരെ കുറവാണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ 2% തൊട്ട് മുകളിലേ ഉള്ളൂ. പക്ഷെ സാഴ്സ് ഏകദേശം 34%, മേഴ്സ് ഏകദേശം 10% മരണനിരക്കുണ്ടായിരുന്ന അസുഖങ്ങളാണ്. അപ്പൊ അതിനെ അപേക്ഷിച്ച് മരണനിരക്ക് കുറവാണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ സ്പ്രെഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു വലിയ മെസ്സേജ്, ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഭാരപ്പെടേണ്ടത്, ആശങ്കപ്പെടേണ്ടത് യാതൊരു കാര്യമില്ല. കാരണം എന്താണ്? മരണനിരക്ക് കുറവാണ്. രണ്ടാമത്, നമ്മൾ കൃത്യമായ റെസ്പിറേറ്ററി എറ്റിക്കറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തി ശുചിത്വം കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ, ഇതുപോലുള്ള അസുഖങ്ങളെ നമുക്ക് ഒരു പരിധി വരെ അകറ്റി നിർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ചുറ്റുമ്പോഴോ ഒക്കെ മുഖം കവർ ചെയ്ത്, അല്ലെ എളുപ്പത്തിൽ കയ്യിൽ തുവാലകളോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒന്നുമില്ലെങ്കിൽ ഈ രീതിയിൽ തുമ്മാം. അതിനനുസരിച്ച് നമുക്ക് ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുകയോ മറ്റുള്ളവർക്ക് പകരാതിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ കടുത്ത പനി, ചുമ അല്ലെ ഏതെങ്കിലും ഇതുപോലുള്ള അസുഖങ്ങൾ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം ചൈനയിൽ നിന്നോ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നോ അല്ലെ ഈ രോഗം സ്ഥിരീകരിച്ച ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നോ അല്ലെ അങ്ങനെയുള്ള ആളുകളുമായിട്ടോ ബന്ധം നമുക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഒരു ആശുപത്രിയെ സമീപിക്കുക, വിദഗ്ധ ചികിത്സ തേടുക, മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ഇത് WHO ഇന്നലെ ഇതൊരു ആരോഗ്യ അടിയന്തരാവസ്ഥ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രാധാന്യം കൂടുകയാണ്. കാരണം ഇത് വേഗം പെട്ടെന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്കോ ആളുകളിലേക്കോ പകരുന്നു. കാരണം ഇത് നമുക്കറിയാം, എത്രയും പെട്ടെന്ന് നമുക്ക് യാത്രാ സൗകര്യങ്ങൾ വളരെ കൂടുതലാണ്. ഇന്നലെ ചൈനയിൽ ഇരുന്ന ആൾ ഇന്നിവിടെ എത്തുന്നു, ഇന്ന് വിട്ടിരിക്കുന്ന ആള് നാളെ കഴിയുമ്പോഴത്തേക്കിന് അമേരിക്കയിലെത്തുന്നു. അപ്പം അത്രയ്ക്ക് ഫാസ്റ്റാണ്. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തപ്പെടുകയും അവിടെ അത് പകരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പറ്റി വളരെ നല്ലോണം നമ്മൾ അറിയാറിയ പേടിക്കേണ്ടതായിട്ടോ ഭയക്കേണ്ടതായിട്ടോ യാതൊന്നുമില്ല. നമുക്കിത് മറച്ചു വെക്കേണ്ടതില്ല. നമുക്ക് ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പിന്നെ ആശുപത്രിയിൽ അഭയം തേടുക, എന്ന് വേണ്ട ചികിത്സകൾ തേടുക എന്നുള്ളതാണ് ഏറ്റവും അധികാരം. പിന്നെ ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം? എപ്പോഴും നമുക്ക് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഒരു പുതിയ വൈറസ്, നമുക്ക് ഈ വൈറസിനെതിരെ വാക്സിൻ ഇല്ല, മരുന്നുകളില്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ പ്രതിരോധിക്കാം? അങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് റെസ്പിറേറ്ററി എറ്റിക്കറ്റ് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കുക. പനി അസുഖങ്ങളുണ്ടെങ്കിൽ തുമ്മുമ്പോൾ ചീറ്റുമ്പോഴൊക്കെ അങ്ങനെ വേണ്ട സാഹചര്യങ്ങൾ നമ്മളെ തന്നെ സംരക്ഷിക്കുക, മറ്റുള്ളവർക്ക് അസുഖം കൊടുക്കാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എത്രയും പെട്ടെന്നൊരു ആശുപത്രിയിൽ സമീപിക്കുക. ഈ ചെറിയ മെസ്സേജ് നമുക്ക് അനുഗ്രഹപ്രദമായി വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വളരെ അന്തരീക്ഷത്തിൽ വളരെ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇത് അസുഖം സ്ഥിരീകരിക്കാൻ, കൊറോണ വൈറസ് ആണ് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ നമുക്ക് അടുത്ത പ്രദേശത്തൊന്നും മാർഗങ്ങളില്ല. എങ്കിലും നമ്മളിൽ നിന്ന് എടുക്കുന്ന സ്രവങ്ങൾ അല്ലെ സ്പെസിമെൻസ്, അത് റെസ്പിറേറ്ററി സ്പെസിമെൻസ് ആയിക്കോട്ടെ മറ്റുള്ള സ്പെസിമെൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ അത് ഇന്ത്യയിൽ അത് പരിശോധിച്ച് ഫലം തരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പുണെയിലാണ്. അവിടോട്ട് നമ്മൾ സാമ്പിൾ അയച്ചു കൊടുക്കുകയും അവിടെ നിന്നാണ് കൺഫർമേഷൻസ് ഒക്കെ വരികയും ചെയ്യാം. അത് സ്ഥിരീകരിച്ച് നമുക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് വീണ്ടും ഞാൻ പറയുന്നു, ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള വ്യക്തി ശുചിത്വം സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് അസുഖം വരാതിരിക്കാനും നമുക്ക് തന്നെ അസുഖം വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.